ഫ്രണ്ട്സ്, വെൽക്കം ടു ദി മല്ലു ഗീക്ക്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു 2 മാസത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ റിവ്യൂസും അൺബോക്സിങ്ങും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് ഈയിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത Honor 9X. അപ്പം നമ്മുടെ കയ്യിൽ റിവ്യൂ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റിന് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് റീറ്റെയിൽ യൂണിറ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ ഇന്ത്യൻ യൂണിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചൈനീസ് വേരിയൻറ്റ് നിങ്ങൾക്ക് അറിയാം, വേറെ കുറച്ച് ഡിഫറൻസ് ഉള്ള വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് 128 GB സ്റ്റോറേജും 6 GB റാമും ഉള്ള വെർഷനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതല്ലാതെ ഒരു 4 GB വെർഷനും 128 GB സ്റ്റോറേജും ഉള്ള വെർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നോട്ട് ഫോർ സെയിലിന് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ലോഞ്ച് ഇവൻറ്റിൻ്റെ സമയത്ത് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് ഓണർ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി അൺബോക്സ് കഴിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ അകത്തുള്ള കണ്ടൻസ് ഒന്നും മാറ്റാതെ തന്നെയാണ് ഇപ്പം ഈ ഫോൺ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് തുറന്ന് അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഒരു എടുത്തു പറയാത്തൊക്കെ ഒരു ഡിസൈനൊന്നും അല്ല. ഈയിടെ ഈ കാര്യത്തിൽ ഇറങ്ങുന്ന ഫോണിൻ്റെ സെയിം സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ബാക്കി ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു സിം ഇജക്ടർ ടൂളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കൂടാതെ നമുക്കൊരു ചെറിയ കേസ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് കേസ്. പക്ഷേ നമ്മുടെ റിയൽമിയിലൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്കിതിന് തോന്നുന്നില്ല. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേസാണ്. ഡോക്യുമെൻറ്റേഷനൊന്നും ഇതിലില്ല, കാരണം ഇത് ഒരു റീറ്റെയിൽ യൂണിറ്റ് അല്ലാത്ത കൊണ്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷനോ ബാക്കി പേപ്പേഴ്സോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പ് സി USB കേബിളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചാർജറുണ്ട്. പക്ഷേ ഈ ഫോണിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടില്ല. അതുകൊണ്ടൊരു സ്റ്റാൻഡേർഡ് 10 വാട്ട് ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ലാത്ത ഫോണായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബോക്സിനുള്ളിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഫോണിൻ്റെ ഡിസൈൻ ഓവർവ്യൂ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ബാക്ക് പാനലിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. LED ഫ്ലാഷ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രൈമറി ക്യാമറ 48 MP മെയിൻ ക്യാമറയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസർ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 6.59 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. LCD പാനലാണ്, AMOLED ഡിസ്പ്ലേ അല്ല. 391 പിക്സൽസ് പെർ ഇഞ്ച്. അപ്പം ഷാർപ്പ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്കിവിടെ നോച്ച് ഇല്ല. അപ്പോൾ അതിന് പകരം നമുക്കൊരു പോപ്പപ്പ് ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയ പ്രോസസ്സറാണ്. കാരണം ഹുവാവേക്ക് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ പഴയ അവരുടെ പ്രോസസ്സർ വെച്ചിട്ടാണ് നമുക്ക് ഈ ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാം. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹോം സ്ക്രീൻ. അപ്പോൾ നിങ്ങൾ EMUI യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോം സ്ക്രീൻ വളരെ പരിചിതമായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റിങ്സിൽ പോയി വേറെ എൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അബൌട്ട് ഫോണിൽ പോയി അബൌട്ട് ഫോണിനെ പറ്റി നോക്കാം. അപ്പം EMUI ആണ് ഇത് റൺ ചെയ്യുന്നത്. ഹുവാവേയുടെയും ഓണറിൻ്റെയും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. Android 9 വെർഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പ്രോസസ്സർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഹുവാവേയുടെ തന്നെ Kirin 710F ചിപ്സെറ്റാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഹുവാവേ Kirin 810 ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കിത് ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഇതായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ഈ ഔട്ട്ഡേറ്റഡ് പ്രോസസ്സർ തന്നെ അവരുടെ ഈ ഫോണിൽ യൂസ് ചെയ്യേണ്ടി അവർക്ക് വരുന്നത്. പിന്നെ അവരിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ അവരുടെ ഒരു മാർക്കറ്റിൽ ഈയിടെയായിട്ട് അവർ കുറച്ച് നാളായിട്ട് ഫോണൊന്നും ലോഞ്ച് ചെയ്യാത്തത് കൊണ്ട് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് അവർ ഈ Honor 9X ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലേറ്റസ്റ്റ് തന്നെയാണ്. ഡിസംബർ 2019 ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ഇതിനുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് കപ്പാസിറ്റി 128 GB തന്നെയാണ്. നമുക്കിനി വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഈ ഫോണിലുണ്ടെന്ന് നോക്കാം. നമുക്ക് UI ഒന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കാണാം
EMI തന്നെയാണ്. കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. Booking.com, ഓപ്പറ ന്യൂസ്, ഹെലോ, വിഗോ ഫ്ലൈറ്റ്സ്, അങ്ങനെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഹെലോ ആപ്പ് നമുക്കിവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഓപ്പറ ന്യൂസ് ആയാലും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി ക്യാമറ UI ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ UI. ആദ്യം കുറച്ച് അതിൻ്റെ ഡെമോ മോഡ്സ് ഒക്കെ കാണിക്കും. അത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ ടാഗ് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്യാമറ UI. നിങ്ങൾ ഹുവാവേയുടെയും ഓണറിൻ്റെയും ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പരിചിതമായ ഒരു UI ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു AI ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ AI ഓപ്ഷൻ ഓൺ ചെയ്യുവാണെങ്കിൽ ഇത് ക്യാമറ ഏത് സിറ്റുവേഷനിലാണോ അത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇതിന് കിട്ടുന്നതാണ്. ബാക്കി നമുക്കിവിടെ നോക്കാം. ക്യാമറ മോഡ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോട്ടോ മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, പിന്നെ ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡുണ്ട്. ഓണ്ടറിൻ്റെ നൈറ്റ് മോഡ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇതാണ്. കാരണം അവർ 2015-16 കാലഘട്ടത്തിൽ മുതൽ തന്നെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പം നൈറ്റ് മോഡ് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ക്യാമറ റിവ്യൂവിലും ഫോണിൻ്റെ റിവ്യൂവിലും നമുക്ക് സാമ്പിൾ ഫോട്ടോസൊക്കെ ഇട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ അപ്പർച്ചർ മോഡുണ്ട്. നമുക്ക് ഫോൺ എടുത്തു കഴിഞ്ഞ് നമുക്ക് അപ്പർച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് അപ്പർച്ചർ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള മോഡാണ് അപ്പർച്ചർ. ഇത് കൂടാതെ വീഡിയോ മോഡുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പിന്നെ മോറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോ മോഡുണ്ട്. പ്രോ മോഡിൽ നമുക്ക് ISOയും ഷട്ടർ സ്പീഡും എക്സ്പോഷർ വാല്യൂവും ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസും ഒക്കെ ഓട്ടോ വൈറ്റ് ബാലൻസ് ഒക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മോറിൽ തന്നെ നമുക്ക് കാണാം സ്ലോ മോഷനുണ്ട്, പാനോറമ മോഡുണ്ട്, ലൈറ്റ് പെയിൻറ്റിങ് മോഡുണ്ട്. നമ്മൾ കാറിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് ട്രെയിൽസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. HDR ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഡിഫിക്കൾട്ട് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് HDR യൂസ് ചെയ്യാവുന്നതാണ്. ടൈം ലാപ്സ് ഉണ്ട്, മൂവിങ് പിക്ചർ, പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഓപ്ഷൻസ് തന്നെയാണ്. നമുക്ക് വീഡിയോ മോഡിലേക്ക് നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ഓപ്ഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ബൈ ഡീഫോൾട്ട് ഇത് 720p മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് 1080p 30 fps 1080p 60 frames per second വീഡിയോ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ ഒരു അതിലേക്കാളും വൈഡ് ആയിട്ടുള്ള 19.2:9 ആസ്പെക്ട് റേഷ്യോയിലും നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടറാണ്. പക്ഷേ 4K വീഡിയോ സപ്പോർട്ട് ഇല്ല എന്ന് നമുക്കിവിടെ കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ക്യാമറ സെറ്റിങ്സിൽ പോയി വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ സെറ്റിങ്സ്. ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു റെസൊല്യൂഷൻ നമുക്കിവിടെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. 4:3 മോഡിൽ 12 MP റെസൊല്യൂഷനാണ് നമുക്കിവിടെ ആദ്യം കാണുന്നത്. അത് കൂടാതെ എന്തെങ്കിലും അത് AI ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം അതിൻ്റെ മാറുന്നുണ്ടോയെന്ന്. അപ്പം AI ഓപ്ഷനിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് കിട്ടില്ല. അപ്പം നമുക്ക് 48 MP ഡെഡിക്കേറ്റഡ് എൻ്റെ ഫുൾ കംപ്ലീറ്റ് സെൻസർ റീഡോട്ട് കിട്ടുന്ന ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ 48 MP നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സൂം ഓപ്ഷനും AI ക്യാമറ, മൂവിങ് പിക്ചർ, ബേഴ്സ്റ്റ് ഷോട്ടും 48 MP നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് 12 MP തന്നെ വെക്കുന്നതാണ്. അത് കൂടാതെ നമുക്ക് കിട്ടുന്ന ഓപ്ഷനാണ് 9 MP 1:1, അതായത് സ്ക്വയർ ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് എടുക്കാം. ഫുൾ സ്ക്രീൻ റെസൊല്യൂഷനിൽ നമ്മൾ ഫുൾ സ്ക്രീനുള്ള ആ മോഡിൽ എടുക്കുകയാണെങ്കിൽ ഫോട്ടോയുടെ റെസൊല്യൂഷൻ 7 MP ആയിരിക്കും. പിന്നെ ലൊക്കേഷൻ നമ്മുടെ GPS കോർഡിനേറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫോട്ടോയിൽ തന്നെ GPS ലൊക്കേഷൻ ഇൻഫോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. വാട്ടർമാർക്ക് ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ്. ഗ്രിഡ് ഉണ്ട്, അസിസ്റ്റ് ഗ്രിഡ് എന്ന് വെച്ചാൽ നമ്മൾ അത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഗ്രിഡ് കിട്ടും, ഈ കോളംസ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒന്നുകൂടെ അലൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ആ ഓപ്ഷൻ. മിറർ റിഫ്ലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. മ്യൂട്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് വരാതിരിക്കാനാണ് നമ്മുടെ മ്യൂട്ട് ഓപ്ഷൻ. ടൈമർ ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് വെച്ച് നമുക്ക് ഇത് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അൾട്രാ സ്നാപ്ഷോട്ട്, നമുക്ക് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് വോളിയം ഡൗൺ ബട്ടൺ പെട്ടെന്ന് തന്നെ ഡബിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്വിക്കായിട്ട് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ ഓപ്ഷൻ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ സാമ്പിൾ ഇമേജസ് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ ക്വാളിറ്റിയെക്കുറിച്ച് കുറച്ച് ഐഡിയ കിട്ടും. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവിലായിരിക്കും ഞാൻ എൻ്റെ കംപ്ലീറ്റ് ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ ഓപ്ഷൻസ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ ഞാൻ പറയാൻ മറന്നുപോയി.
ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണ്. അപ്പോൾ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ നമുക്ക് കാണാം പോപ്പപ്പ് ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഇവിടെ നമുക്ക് സെയിം സ്റ്റാൻഡേർഡ് ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫുൾ സ്ക്രീനിൽ നമുക്ക് 30 FPS 1080p വീഡിയോസും സപ്പോർട്ടഡ് ആണ്. നോർമൽ ഓപ്ഷൻ 720 മോഡിലാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ നമുക്ക് മോർ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രോ മോഡിലൊക്കെ പോകുമ്പോൾ അത് പിന്നെയും ഡീഫോൾട്ട് ആയിട്ടുള്ള റിയർ ക്യാമറയിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. പോർട്രേറ്റ് മോഡുണ്ട്, അപ്പർച്ചർ മോഡ്, എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Honor 9Xൻ്റെ കീ ഫീച്ചേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് ഇവിടെ ഈ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം ഹുവാവേയും US-ഉമായിട്ടുള്ള ട്രേഡ് വാർ തന്നെയാണ് അതിന് കാരണം. ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു 2019 മെയ് ജൂണിൽ ഇവിടെ ഇറങ്ങേണ്ട ഫോണായിരുന്നു ഇത്. പക്ഷേ ഈ കാരണവശാൽ ഇത് ഡിലേ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പം നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കണോ എന്ന് ചോദിച്ചാൽ ഇത് മോശമായിട്ടുള്ള ഫോണല്ല. പക്ഷേ ബാക്കി കോമ്പറ്റീഷനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോസസ്സർ ഔട്ട്ഡേറ്റഡ് ആണ്. കാരണം ഇതിനേക്കാളും പവർഫുള്ളായ പ്രോസസ്സർ നിങ്ങൾക്ക് ഈ സെയിം പ്രൈസ് റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഞാൻ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ 2 ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബേസ് വെർഷൻ 4GB റാമും 128 GB സ്റ്റോറേജുമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസാണ് 13,999. ജനുവരി 19 മുതലാണ് ഇതിൻ്റെ സെയിൽസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഫ്ലിപ്കാർട്ട് വഴി നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ഒരു 6GBയും 128 GB സ്റ്റോറേജ് ഉള്ള ഒരു വെർഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് 16,999 ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ നിങ്ങൾക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെയും അഥവാ ICICI ബാങ്കിൻ്റെയും കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ പ്രൈസിൽ കിട്ടുന്നതാണ്. പിന്നെ 19-ാം തീയതി നിങ്ങളിത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 4GB വേരിയൻറ്റിന് നിങ്ങൾക്കൊരു അഡീഷണൽ 1,000 രൂപ ഡിസ്കൗണ്ട്. അപ്പം നിങ്ങൾക്ക് 12,999 നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ കീ ഫീച്ചേഴ്സൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഹോപ്പ്ഫുള്ളി ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ ഡ്രോബാക്സും ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഇട്ട വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തായിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേറെ വീഡിയോസും ഇടുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഇത്ര നാൾ വെയിറ്റ് ചെയ്തതിന് നന്ദി. പുതിയ ആൾക്കാർ ഇത് കാണുവാണെങ്കിൽ ഇത് പുതിയ ചാനലാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.